Hi friends, welcome back to Tasty Treasures. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് പൊടിയും ചെറുപഴവും വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ കുറച്ച് നല്ലോണം പഴുപ്പൊക്കെ കൂടി തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറും. അപ്പോൾ നമ്മൾ വല്ലാതെ പഴുത്ത പഴം നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാവും, എന്നാൽ നമ്മൾ ആ പഴം ചിലവാവും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 3 ചെറുപഴം നന്നായിട്ട് പഴുത്തത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പഴം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അതൊരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നാളികേരം ചിരകിയത് ഒരു 1/2 കപ്പ് എടുത്താലും മതി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്, കാരണം നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ സാധാരണ നാളികേരം ചിരകിയത് ചേർത്തിട്ടാണ് അരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു വെള്ളമയവും കൂടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 ഏലക്ക ചതച്ചത് ചേർക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പിൽ കൂടുതൽ ഗോതമ്പ് പൊടിയാണ്. പക്ഷേ ഗോതമ്പ് പൊടി എപ്പോഴും നമ്മൾ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിലപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഗോതമ്പ് പൊടി വേണ്ടി വരില്ല. അപ്പോൾ ഞാനിവിടെ അത്രയും എടുത്ത് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം അളവ് അപ്പോൾ പറയാം കേട്ടോ, ഒന്നിച്ച് എത്ര എടുത്തു എന്നുള്ളത്. അപ്പോൾ അതേപോലെ കുറേശ്ശെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വല്ലാതെ കട്ടിയായിട്ട് തോന്നി പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പൂണിലൊരു നുള്ള് ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മളിത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഒരുപാട് നേരം ഇത് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമ്മൾ ഇളക്കി വെക്കാൻ പാടില്ല. അപ്പോൾ അതാ ഞാൻ മാവ് ഈ ഒരു പാകത്തിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ എണ്ണ നന്നായിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച മാവിന് കുറച്ച് എടുത്തിട്ട് അത് ചെറിയ ബോളുകളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എണ്ണ മൂടി നിൽക്കുന്ന രീതിയിൽ എണ്ണ വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഭാഗം ആവില്ല, മറ്റു ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എപ്പോഴും എണ്ണ നന്നായിട്ട് മൂടി നിൽക്കുന്ന പാകത്തിലാണ് എണ്ണ ചൂടാൻ നിൽക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ പുറഭാഗം കളർ മാറും കേട്ടോ. അപ്പോൾ ഉള്ളൊന്ന് ജസ്റ്റ് വേവേണ്ട ഒരു സമയം മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് അതേപോലെ കിട്ടും. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് തോന്നും. ഒരു 2 സെക്കൻഡ് വയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബലത്തിൽ കിട്ടും കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.